ചെന്നൈ മുംബൈ കളിയില്ല അത് ശരി ഒരു വിഷയം വെക്കാൻ നോക്കി ഒരുത്ത ഒരു 150 റൺ അടിച്ച് 150 റൺ അടിച്ചെങ്കിൽ 20 ഓവർ 150 റൺ അടിച്ചില്ല മുംബൈക്കാര് പാപ്പ മുന്നാണ് ചെന്നൈ ചെന്നൈക്കാർക്ക് ഈ 150 റൺ ഒരു 10-15 ഓവർ ചേസാക്കാം. അത് വലിയ ഗ്രൗണ്ട് ഒന്നും ചെന്നൈ ചെപ്പം ഗ്രൗണ്ട് സ്റ്റേഡിയം. അപ്പൊ എന്താക്കാം അതിനെ ഓർക്കുമ്പോ നോക്കി കുട്ടി 6 വിക്കറ്റ് എടുത്തിട്ട് 6 വിക്കറ്റ് പോയിന് കുട്ടിണ്ടത് 19 ഓവർ 5 ബോളാണ് ചേസാക്കിയത്. എന്ത് കോണം അങ്ങനെ കളിച്ചിട്ട് ഇന്നത്തെ കളിയാ ഇന്നലെ കളിച്ച കളി ഉണ്ടല്ലോ ഒരു ഇന്നത്തെ കളി ഫസ്റ്റ് കളി മോശമില്ല. ഇന്നത്തെ കളി എന്തും വാങ്ങണ്ടേ എന്തരിയോ ഇന്നലെ ഡൽഹിയോ ലക്നോ ഫസ്റ്റ് ബാറ്റ് പൊളിച്ച് ഓർത്ത് ഔട്ടായി പൂരാൻ വന്നു വെസ്റ്റ് പിരാന്തോ മതിന്റെ സ്റ്റേഡിയം പുറത്തൊക്കെ തന്നെ എല്ലോ അടിച്ചിട്ട് 200 ചില്ലറ റണ്ണാക്കി ചേസാക്കി എങ്ങനെ അറിയാം 5 വിക്കറ്റ് പോയി. അപ്പൊ എന്താ ആൾക്കാര് ഇല്ലായിരിച്ചു കൊറേ ആൾ എന്താക്കി നോക്കി എന്തെല്ലാം ക്രിക്കറ്റ് അല്ലെങ്കിൽ എപ്പോ എന്താവും ചില കാലായിട്ട് കൊറേ എന്തുകൊണ്ടാ ചേട്ടാ എനിക്ക് ലോകറിയപ്പെടുന്ന നമ്പർ 1 റൺ വിരാട് കോഹ്ലി. അതിനാരും അതിനില്ലാത്ത കഥ അറിയോ? വിരാട് കോഹ്ലി ഒരു 300 റൺ ബാറ്റിൽ അടിച്ചിരിച്ചോളൂ. അതിന്റെ ബൗളർ അങ്ങനെ കൊടുക്കും. എല്ലാരും കളിക്കണ്ട ബാറ്റ്സ്മാൻ കളിക്കണ്ട ബൗളർമാർ കളിച്ചാൽ പണിയെടുത്തിട്ട് ബാംഗ്ലൂർ ചില മാച്ചിലായിരിക്കും ഓരെന്തായാലും ശ്രമിച്ച സെമി ഫൈനലിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം ഓടുന്നു. ചെന്നൈ ജയിച്ചു മാത്രം എന്ത് കോണം കളി നോക്കാൻ പാങ്ങില്ല. ആ മുംബൈക്കാരെതിരെ ഇന്ന് പഞ്ചാബും പിന്നെ ഗുജറാത്തും ലോക്കൽ ടീം അല്ലെങ്കിൽ പഞ്ചാബിനെ പിന്നെ പണ്ടത്തെ ടീം. അപ്പോ ഇന്നത്തെ ചിലപ്പോ ഗുജറാത്ത് ഇപ്പൊ വന്നെ ഗുജറാത്ത് ലക്നോ ഇപ്പൊ വന്ന ഇതിന് ബാക്കിയെല്ലാം പണ്ടുണ്ടായി. നാളെ കൊൽക്കട്ടാവും ഇന്നൊരു കളി ചെന്നൈ ഞായറാഴ്ച 2 കളി 2 കളി. അപ്പോ നാളെ കഴിഞ്ഞിട്ട് മറ്റേ